ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അപ്പൂമ്മൻ്റെ ഞാൻ ഒരു ജനുവരി ഒരു ഫസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒരു കുടുക്ക മേടിച്ചു കൊടുത്തായിരുന്നു. ഡിസംബർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ജനുവരി സ്റ്റാർട്ടിങ് തൊട്ടാണ് പൈസ ഇട്ട് തുടങ്ങിയത്. അതായത് എൻ്റെ അപ്പൂട്ടിയുടെ കുടുക്കയായിരുന്നു ഇത്. അപ്പൂട്ടിക്ക് ബർത്ത്ഡേ ആകുമ്പോൾ അത് പൊട്ടിക്കാം എന്ന ഉദ്ദേശത്ത് ഞാൻ മേടിച്ചു കൊടുത്ത കുടുക്കയാണ്. അപ്പം ഞാനത് വേറൊരു കുടുക്ക മേടിച്ചായിരുന്നു. ഇപ്പോൾ നമ്മളൊരു മീഷോയിൽ ഒരു സെയിൽ നല്ല ഒരു ലാഭത്തിന് ഈ ഒരു 1,00,000 രൂപയുടെ സ്മാൾ ബിഗ് സേവിങ് എന്നുള്ളൊരു കുടുക്ക കിട്ടി മേടിച്ചു നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൂമ്മോൻ്റെ കുടുക്കയിൽ കിടക്കുന്ന പൈസയും കൂടെ എടുത്ത് അതിനകത്ത് ഇടാം എന്ന് വിചാരിച്ചു. ഇത്രയും പൈസ അപ്പൂമ്മോന് അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ പപ്പയൊക്കെ വരുമ്പോൾ മേടിച്ച് കുടുക്കയ്ക്കകത്ത് ഇടുന്ന പൈസയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇടയ്ക്ക് ചില്ലറയൊക്കെ വരാറുള്ളപ്പോൾ സാധനങ്ങൾക്ക് മേടിച്ചിട്ട് ചില്ലറയൊക്കെ വരാറുള്ളപ്പോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ ഇട്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ മടങ്ങിയൊക്കെ ഇരിക്കും. നമുക്കപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പുട്ടിയുടെ കുടുക്കയിലുണ്ടായിരുന്ന പൈസ മൊത്തം നാണ്ട ഞാൻ എടുത്ത് നിവർത്തി വെച്ചിട്ടുണ്ടേ. നാണ്ട ചില്ലറ പൈസയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്ത് 2,250 രൂപയുണ്ട് കേട്ടോ, ഈ ഇത്രയും രൂപ. പിന്നെ ഈ ചില്ലറ പൈസ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും രൂപയാണ്. അതായത് ഒരു ജനുവരി മാസം തൊട്ടുള്ള അപ്പൂസിൻ്റെ സേവിങ് ആണ് കേട്ടോ ഇത്. അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ എന്തെങ്കിലും പലഹാരമൊക്കെ മേടിക്കാൻ കൊടുക്കുന്ന പൈസ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കട്ട് ചെയ്യാതെ കുടുക്കയിൽ നിന്ന് പൊട്ടിച്ച് അവന് കേക്കും മിഠായിയൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കാനായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എൻ്റെ പപ്പയാണ് നല്ലൊരു കുടുക്ക വേറൊരു സേവിങ് ആയിട്ട് ഒരു ഓഫറിന് വന്നപ്പോൾ ഈ ഒരു കുടുക്ക മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലായിട്ടാണ് ഇനി അപ്പൂസിൻ്റെ സേവിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണിത്. ഇത് നമ്മൾ ഇടുന്ന തുക നമ്മളിപ്പോൾ 200 ആണുള്ളതെങ്കിൽ ആ 200 വെട്ടിയിട്ട് 200 അകത്തിട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു ഇത് ഫുള്ളാകുമ്പോൾ നമുക്കൊരു ഏകദേശം അറിയാൻ പറ്റും 1,00,000 രൂപയുടെ ഒരു മണി സേവിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു മക്കൾക്ക് ഇതുപോലെയൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പച്ചനും ഈ ഒരു പ്രായത്ത് പുറത്ത് സ്കൂളിലൊക്കെ ഒന്നും പോകുമ്പോൾ പുറത്ത് കടയിൽ പോയി മുട്ടായി ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ലെന്നല്ല, അങ്ങനെ മേടിക്കത്തില്ലല്ലോ. പിള്ളേർ ഇച്ചിരിയൊക്കെ വലുതാകുമ്പോൾ ഇല്ലേ സാധാരണ പുറത്തോട്ട് കടയിലൊക്കെ പോയി മുട്ടായിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും അപ്പൂട്ടിക്ക് പുതിയ സേവിങ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി അടുത്ത സേവിങ് അങ്ങോട്ടാണ് കേട്ടോ.